സർ, വയനാട് ടൗൺഷിപ്പിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു കഴിഞ്ഞു. അതൊക്കെ നമ്മൾ വാർത്തകളിൽ കണ്ടതാണ്. എന്റെ ചോദ്യവും അതല്ല. യഥാർത്ഥത്തിൽ ഈ ടൗൺഷിപ്പ് വന്നതിനെ സർക്കാർ ഈ രീതിയിൽ വലിയൊരു പരസ്യമാക്കി മാറ്റുന്നുണ്ട്. വലിയൊരു മാർക്കറ്റിംഗ് തന്ത്രം തന്നെ, അല്ലെങ്കിൽ അത്തരം ഒരു സ്ട്രാറ്റജി തന്നെ ഇതിന് പിന്നിലുണ്ട്. എന്റെ ഈ അഭിപ്രായത്തോട് ജയസൂര്യൻ സാർ എങ്ങനെ യോജിക്കും? എനിക്ക് ആ അഭിപ്രായത്തോട് ഒട്ടും യോജിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ നടന്നത് ഒരു കൊള്ളയാണ്, അതായത് പകൽ കൊള്ളയാണ്. ഞാനത് കൃത്യമായ കണക്കുകൾ സഹിതം തെളിയിക്കാൻ തയ്യാറാണ്. കേരള നിയമസഭയിൽ അവതരിപ്പിച്ച കണക്ക് പ്രകാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മുണ്ടക്കൈ ചൂരൽമല ദുരിതാശ്വാസ വീട് വെച്ച് കൊടുക്കാൻ പിരിഞ്ഞു കിട്ടിയ തുക 774 കോടി രൂപയാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ 773,98,00,000 രൂപയാണ്. ഇത് നിയമസഭയിൽ പറഞ്ഞ കണക്കാണ്. ആ കണക്ക് വെച്ചിട്ട് ഇപ്പോൾ നിർമ്മിച്ച് നൽകിയിരിക്കുന്ന വീടുകളുടെ എണ്ണം 178 അല്ലേ? അതല്ലേ നീതു ഇപ്പൊ കൊടുത്തിരിക്കുന്ന വീടുകളുടെ എണ്ണം? അപ്പോ അതെ, 178 വീട്ടില് ഒരു വീടിന് 1000 സ്ക്വയർ ഫീറ്റ് ചുറ്റളവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് പണിയാൻ ഇപ്പോഴത്തെ കേരളത്തിന്റെ ചെലവ് കണക്കാക്കി പരമാവധി കൂട്ടിയാൽ പോലും ഒരു സ്ക്വയർ ഫീറ്റിന് 2000 രൂപ എന്ന നിലയിൽ കൂട്ടിയാൽ 20 ലക്ഷം രൂപ വീട് നിർമ്മാണത്തിന് ചെലവായിട്ടുണ്ട്. കൂടാതെ 7 സെന്റ് സ്ഥലം അതിനുവേണ്ടി കൊടുത്തിരിക്കുന്നു എന്നാണ് കണക്ക്. 7 സെന്റ് സ്ഥലത്തിന് ഇപ്പോൾ അവിടുത്തെ മാർക്കറ്റ് വിലയേക്കാൾ അല്പം കൂടെ കൂട്ടിയാൽ പോലും ഒരു 50,000 രൂപ സെന്റിന് കൂട്ടിയാൽ തന്നെ 3.5 ലക്ഷം രൂപ. പോട്ടെ, കുറെ കൂടെ കൂട്ടിയിട്ടേക്കാം, ബാക്കി ചെലവെല്ലാം കൂടെ കൂട്ടി ഒരു 5 ലക്ഷം രൂപ സ്ഥലത്തിനും 20 ലക്ഷം രൂപ വീടിനും അടക്കം 25 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് തീരും. അങ്ങനെയെങ്കിൽ 178 വീടുകൾ പണി തീർക്കുമ്പോൾ സർക്കാരിന്റെ ചെലവ് 44 കോടി രൂപ മാത്രമാണ്. ബാക്കി 730 കോടി രൂപ മോഷ്ടിച്ചു എന്ന് തന്നെ ഞാൻ പറയും. ആ 730 കോടി രൂപയുടെ കണക്കല്ലെങ്കിൽ സർക്കാർ പറയണം. അപ്പൊ സർക്കാർ പറയുന്ന ഇതാണ്, ഇത് ഒന്നാം ഘട്ടമാണ്, ബാക്കി കൂടെ പണിയും. ആകെ 410 വീട് പണിത് നൽകാൻ പോവുകയാണ്. ഉടനെ നൽകും. അരിയാഹാരം കഴിക്കുന്ന എല്ലാ മലയാളിക്കും അറിയാം, ഇത് അവസാനത്തെ പണിയാണ്. ബാക്കി ആർക്കും ഒരു വീടും കിട്ടാൻ പോകുന്നില്ല. കാരണം ഇപ്പൊ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയും ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ നിലവിൽ വന്ന സ്ഥിതിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റിയല്ല. ഇനി ഈ സർക്കാർ പോയി, അടുത്ത സർക്കാർ ആര് വന്നാലും ഈ പണി നടപ്പാക്കാനുള്ള പണം കയ്യിലില്ല. കാരണം ആ പണം അപ്പാടെ അപഹരിച്ചിരിക്കുന്നു. ഇല്ല എങ്കിൽ ഈ പണം എവിടെ എന്ന് കാണിക്കട്ടെ. ഇനി അതും പോട്ടെ, ഞാൻ അതും സമ്മതിക്കുന്നു. 410 വീടും ഇതുപോലെ പണിതൊന്നിരിക്കട്ടെ. 410 വീട് പണിയാൻ ഈ പറഞ്ഞ 25 ലക്ഷം രൂപ വെച്ച് കണക്കാക്കുമ്പോൾ 102 കോടി രൂപയാണ് ചെലവാകുക. അങ്ങനെ ആ 102 കോടി രൂപ ചെലവായാൽ പോലും ബാക്കിയുള്ള തുക മുഴുവൻ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, പറ്റിച്ചിരിക്കുന്നു. അതായത് ശരിക്കും പറഞ്ഞാൽ 730 കോടി രൂപയുടെ മോഷണം, തട്ടിപ്പ്, കൊള്ള, അതാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. എന്നിട്ട് അവിടെ വലിയ പബ്ലിസിറ്റി സ്റ്റണ്ട് നടത്തി ഇത് പുതിയ കേരള സ്റ്റോറിയാണ്. ശരിക്കും അങ്ങനെയല്ല, ഇത് കേരള ക്രൈം സ്റ്റോറി എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം ഇവിടെ 730 കോടി രൂപ മോഷ്ടിച്ചിരിക്കുകയാണ്. 410 വീട് വെക്കേണ്ടിടത്ത് 178 വീട് മാത്രം വെച്ച് വളരെ പെട്ടെന്ന് ആഘോഷം നടത്തി പരിപാടി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങേയറ്റം കൊള്ള, തീവട്ടി കൊള്ളയാണ് നമ്മുടെ മന്ത്രിസഭ ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിനവിടെ ആൾക്കാർ കൂവിയതാണ് ഇപ്പോ വിവാദ വിഷയമായിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് കൂവിയത് മോശമായിപ്പോയി. മുഖ്യമന്ത്രിയെ മുക്കാലി കെട്ടി ചാട്ടവാറിന് അടിക്കണമായിരുന്നു. മലയാളികൾ മര്യാദക്കാരായതുകൊണ്ട് കൂവിയതേ ഉള്ളൂ. കാരണം പച്ചയ്ക്ക് പറ്റിച്ച് 774 കോടി രൂപ മലയാളി അധ്വാനിച്ചുണ്ടാക്കിയ പണം മുഖ്യമന്ത്രിയെ വിശ്വസിച്ച് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത് അതിവിടെ കിട്ടിയെന്ന് നിയമസഭയിൽ വായിച്ചു കേൾപ്പിച്ച് കണക്കവതരിപ്പിച്ച് പാസാക്കിയിട്ട് ആ 774 കോടി രൂപയിൽ 44 കോടി രൂപ മാത്രം മുടക്കി 178 വീട് മാത്രം ഉണ്ടാക്കി അത് കൈമാറ്റം ചെയ്യുമ്പോൾ ബാക്കി 730 കോടി രൂപ മോഷ്ടിച്ചു കൊണ്ടുപോയവരെ കൂവിയാ മാത്രം പോരാ, ഞാൻ പറഞ്ഞ പോലെ മുക്കാലിയെ കെട്ടി അടിക്കണം. അത് മലയാളി ചെയ്യാത്തത് ഒന്നെങ്കിൽ മലയാളിയുടെ കഴിവുകേടാണ്, അല്ലെങ്കിൽ മലയാളിയുടെ വിവരക്കേടാണ്.
അപ്പോ ഇതാണ് സത്യത്തിൽ അവിടെ സംഭവിച്ചിരിക്കുന്നത്. സത്യത്തിൽ അവിടെ 410 പേർക്ക് വീട് വെച്ച് കൊടുക്കാൻ അവർക്ക് ആവശ്യമുള്ള 102 കോടി കഴിഞ്ഞ് പിന്നെയും കിടക്കുകയാണ് പണം മിച്ചം. അപ്പോൾ 600 കോടിയിലധികം രൂപ പിന്നെയും ബാക്കി കിടക്കുമ്പോൾ എന്തിന് 178 പേരിൽ ഒതുക്കി? എന്തുകൊണ്ട് ബാക്കി 410ലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല? അപ്പോൾ കാര്യം വളരെ വ്യക്തമാണ്. ഇലക്ഷൻ വരുന്നു, കണ്ണിൽ പൊടിയിട്ട് ഒരു ഉദ്ഘാടനം നടത്തി ഞങ്ങൾ എന്തോ വലിയ കാര്യം ചെയ്തു എന്ന് പ്രഖ്യാപിച്ച് ബാക്കി പുറകെ തരും കേട്ടോ എന്ന് ആശ്വസിപ്പിച്ച് കടന്നു പോകുന്ന വലിയൊരു കൊള്ളയാണ് ഇത്. അപ്പോൾ ഇത് കൊള്ളയാണ്, ഇത് തീവട്ടിക്കൊള്ളയാണ്. ഇതിന് അർഹിക്കുന്ന ഒരു ശിക്ഷയല്ല, വെറും കൂവൽ എന്നാണ് എന്റെ അഭിപ്രായം. ജയസൂര്യൻ സാർ, അവിടെ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. എന്തുകൊണ്ടായിരിക്കാം കോൺഗ്രസ് MLA സിദ്ദിഖ് ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഒരു വേദിയാണത്. അപ്പോൾ സിദ്ദിഖ് പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു കൂവൽ ഉണ്ടാവുന്നത്. ആ കൂവൽ പക്ഷേ ഈ അർഹരായ വീട് ലഭിക്കാൻ പോകുന്ന ആളുകളുടെ ഭാഗത്തു നിന്നോ നാട്ടുകാരുടെ ഭാഗത്തു നിന്നോ ആണോ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ മാധ്യമങ്ങൾക്ക് പോലും വ്യക്തമായ ഒരു ഉത്തരമില്ല. പക്ഷെ ആരോ അവരെ അവിടെ നിയോഗിച്ചതുപോലെയാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഗതിക്ക് വേണ്ടി ആരോ പറഞ്ഞു വെച്ചിരുന്നത് പോലെയാണ് കൂവലുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടത്. ഈ രീതിയിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ വയനാട് ടൗൺഷിപ്പിന്റെ കാര്യത്തിൽ, വയനാട് ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്ന കാര്യത്തിൽ സർക്കാരിന് തന്നെയാണ് പൂർണ്ണമായും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നത്. കാരണം എല്ലാ രീതിയിലും ഫണ്ടായാലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പേപ്പറുകളോ കാര്യങ്ങളോ റെഡിയാക്കേണ്ടതായാലും ഒക്കെ നമുക്കറിയാം അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് എളുപ്പം നടക്കുന്നത്. പക്ഷേ സർക്കാരിന് ഇതിനെ വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുകയാണ്. ഞങ്ങൾ എന്തോ ബാലികേറാമലയാണ് ഞങ്ങൾ ചെയ്തു തീർത്തത് എന്ന രീതിയിലാണ് സർക്കാരിന്റെ ഒരു പ്രചാരണം പോലും. ഇതിനെ എങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കും? സർക്കാർ ചെയ്യേണ്ട കാര്യമല്ലേ സർക്കാർ ചെയ്തത് എന്നതാണ് ചോദ്യം. അല്ല, ഇവിടെ സിദ്ദിഖിനെ കൂവി എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. സിദ്ദിഖിനെ കൂവേണ്ടത് തന്നെയാണ്. കാരണം സിദ്ദിഖ് കോൺഗ്രസ്സുകാരനാണ്, പ്രതിപക്ഷമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രതിപക്ഷവും ഈ സിദ്ദിഖും അവിടെ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ കൺമുമ്പിൽ വെച്ച് 730 കോടി രൂപ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മുന്നണിയും കൂടി മോഷ്ടിച്ചു കൊണ്ടുപോയപ്പോൾ ഈ പ്രതിപക്ഷക്കാരനായ സിദ്ദിഖ് എന്ത് നോക്കിയിരിക്കുകയായിരുന്നു? അതുകൊണ്ടാണ് സിദ്ദിഖിനെ കൂവിയത്. അപ്പോ ശരിക്കും സിദ്ദിഖ് കൂവൽ അർഹിക്കുന്ന ആള് തന്നെയാണ്. ആ വേദിയിൽ വരാൻ പോലും യോഗ്യതയില്ല. കാരണം ഈ കള്ളന്മാർക്ക് കഞ്ഞി വെക്കുമ്പോ കള്ളന്മാർക്ക് കഞ്ഞി വെക്കുന്നവന് ചമ്മന്തി അരച്ചു കൊടുക്കുന്ന പണിയാണ് ഈ സിദ്ദിഖ് ചെയ്തത്. അപ്പോ ഇവര് കൂട്ടുമുന്നണിയാണ്, കള്ളന്മാരുടെ കൂട്ടുമുന്നണിയാണ്. അപ്പൊ 730 കോടി രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് മലയാളി പിരിച്ചു കൊടുത്ത പണം, അത് മുണ്ടക്കൈ ചൂരൽമല ദുരിതാശ്വാസത്തിലെ 410 പേർക്ക് വീട് വെക്കാൻ കൊടുത്ത പണം 178 പേർക്ക് മാത്രം വീട് കൊടുത്തിട്ട് ബാക്കി 730 രൂപ അടിച്ചു മാറ്റിയപ്പോൾ കൊള്ള മുതൽ പങ്കുവച്ചവനാണ് സിദ്ദിഖ്. അപ്പൊ പിണറായിയുടെ കയ്യിൽ നിന്ന് എത്ര കോടിയാണ് സിദ്ദിഖിന് കിട്ടിയത് എന്നുള്ള ചോദ്യമാണ് ആ കൂവലിൽ കൂടി നമ്മൾ കണ്ടത്. അതുകൊണ്ട് UDFും LDFും കൂടി ഒന്നിച്ച് നടത്തിയ 730 കോടി രൂപയുടെ കൊള്ള മനുഷ്യന് മനസ്സിലായി എന്നുള്ളതിന്റെ പ്രതികരണമാണ് അവിടെ സിദ്ദിഖിനെ കൂവിയത്. എന്തായാലും ജയസൂര്യൻ സാർ സൂചിപ്പിച്ചതുപോലെ 700 കോടിയുടെ അടുത്താണ് സർക്കാരിന് ഈ രീതിയിൽ സാധാരണക്കാരായ ആളുകളിൽ നിന്ന് മറ്റ് സ്പോൺസർമാരിൽ നിന്നൊക്കെ ഈ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി പിരിച്ചു കിട്ടിയത്. ഈ പണത്തിൽ എത്രത്തോളം വീടുകളുടെ നിർമ്മാണം കഴിഞ്ഞു, ഇനി എത്രത്തോളം വീടുകൾ നിർമ്മിക്കാനുണ്ട് എന്നതിന്റെയൊക്കെ വ്യക്തമായ കണക്ക് വിവരങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം. വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സാർ.